നിങ്ങൾ കടലിൽ പോയി മീൻ പിടിച്ചിട്ടുണ്ടോ? മാൽദീവ്സിലെ ആൾക്കാർ മീൻ പിടിക്കുന്ന രീതി കണ്ടിട്ടുണ്ടോ? മാൽദീവ്സിലെ കൂട്ടുകാരോടൊത്ത് മീൻ പിടിക്കാൻ പോയ യാത്രയാണിത്. രാവിലെ 5:30 യാത്ര തിരിച്ചത്. ഈ യാത്ര ഇനി ഉച്ച കഴിഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉച്ചഭക്ഷണം തയ്യാറാക്കാനുള്ള എല്ലാ സാധനങ്ങളും കയ്യിൽ കരുതിയിട്ടുണ്ട്. ഇവരും മീൻ പിടിക്കാൻ പോകുന്നവരാണ്. ഇവിടെയുള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകതയാണ് രാവിലെ തന്നെ എഴുന്നേൽക്കുന്നത്. ഫിഷിംഗ് ആണ് ഇവരുടെ മെയിൻ ഉപജീവനം. പിന്നെ ഈ ബോട്ടിലാണ് നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ പോകുന്നത്. ഇതിനെ ഇവിടെ ധോണി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. രാവിലെ ഇവിടുത്തെ കടലിന്റെയും ആകാശത്തിന്റെയും കാഴ്ച കാണാൻ നല്ല ഭംഗിയാണ്. കടൽ നല്ല കാമായിട്ടാണ് കിടക്കുന്നത്. ഇവിടെ ഇങ്ങനെയാണ്. ചിലപ്പോൾ ഇതുപോലെ ഒരു വികാരവും ഇല്ലാതെയാണ് കടൽ കിടക്കുന്നത്, ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ്. ഫിഷിംഗ് റോഡും റീലുമാണ് ഈ കൊണ്ടുപോകുന്നത്. നല്ല ക്വാളിറ്റിയുള്ള റീലും റോഡുമാണിത്. അരിയും വെള്ളവും ചിരവയും അങ്ങനെ കുക്ക് ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം ധോണിയിൽ കയറ്റുകയാണ്. പോകുന്നതിന് മുമ്പ് എഞ്ചിൻ ചെക്ക് ചെയ്യുന്നുണ്ട്. ഈ കാണുന്നതാണ് സ്പ്ലാഷ് ബോർഡ്. ഇതുകൊണ്ട് എന്താണ് ഉപയോഗമെന്ന് മുന്നോട്ട് കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ. ഇവനാണ് ഇന്നത്തെ ഫിഷിങ്ങിന്റെ മെയിൻ ഐറ്റം. ഈ ബോട്ടിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു 7 മണി കഴിഞ്ഞാൽ നല്ല പൊള്ളുന്ന വെയിലായിരിക്കും. അതിൽ നിന്നും രക്ഷപ്പെടാൻ നെറ്റ് കൊണ്ടും തടിയും കൊണ്ടുള്ള റൂഫുണ്ട്. അങ്ങനെ യാത്ര ആരംഭിച്ചു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കടലിൽ പോയി മീൻ പിടിക്കുന്നത്. കാണുമ്പോൾ എന്ത് രസം, ബട്ട് അത്ര രസമൊന്നും അല്ല. ചൂരമീൻ പിടിക്കുന്ന ചൂണ്ടയും ലൂറും റെഡിയാക്കുകയാണ്. അങ്ങനെ ഫിഷിംഗ് തുടങ്ങി. സ്പ്ലാഷ് ബോർഡ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഈ കാണുന്നത്. ഇതിന്റെ ഒരറ്റത്തുള്ള ചൂണ്ടനൂലിൽ ഏകദേശം 10ൽ കുറയാത്ത ചൂണ്ട കെട്ടിയിട്ടുണ്ട്. ചൂണ്ട കെട്ടിയ ഭാഗം കടലിൽ ഇറക്കുകയാണ്. അങ്ങനെ സ്പ്ലാഷ് ബോർഡും കടലിലേക്ക് എറിഞ്ഞു. 2 സ്പ്ലാഷ് ബോർഡാണ് ഉള്ളത്. രണ്ടും ബോട്ടിന്റെ 2 സൈഡിലായി കെട്ടിയിട്ടുണ്ട്. മീൻ ചൂണ്ടയിൽ കുടുങ്ങുമ്പോൾ സ്പ്ലാഷ് ബോർഡ് ബോട്ടിന്റെ നേരെയാവും. ഈ തടി വെള്ളത്തിലേക്ക് താഴുകയും ചെയ്യും. അങ്ങനെയാണ് മീൻ കുടുങ്ങിയെന്ന് മനസ്സിലാക്കുന്നത്. മീൻ കുടുങ്ങിയപ്പോൾ സ്പ്ലാഷ് ബോർഡ് വലിച്ച് ബോട്ടിലേക്ക് അടുപ്പിക്കുകയാണ്. ഇതിൽ ഒരു മീനാണ് കിട്ടിയത്. പിന്നെ മീൻ കിട്ടിക്കൊണ്ടേയിരുന്നു. ഇത് വലിയ മീനിനെ പിടിക്കാൻ വേണ്ടി ഒരു അടിപൊളി ബെയ്റ്റ് ഉണ്ടാക്കുകയാണ്. ചൂരമീനിന്റെ അടിവശം കട്ട് ചെയ്താണ് എടുക്കുന്നത്. ഊരി പോകാതിരിക്കാൻ കെട്ടിയും വയ്ക്കുന്നുണ്ട്. ഇതാണ് ഫൈനൽ സ്റ്റേജ്. ഒരു ഒക്ടോപ്പസ് ലുക്കുള്ള ബെയ്റ്റാണിത്. അതിൽ മീനും കൂടെ ആകുമ്പോൾ മീനിനെ അട്രാക്ട് ചെയ്യും എന്നാണ് ഇവർ പറയുന്നത്. ഒരു കമ്പിൽ കെട്ടി വയ്ക്കുകയാണ്. ഈ യാത്രയുടെ വേറൊരു പ്രത്യേകത ബോട്ട് നിർത്താതെ ഫുൾ മൂവിങ് ആയിരിക്കും. അടുത്ത സ്റ്റെപ്പ് മീൻ അടിച്ചിട്ടുണ്ട്. ഇത് നല്ല വെയിറ്റ് ഉണ്ട്. 2 പേരായിട്ടാണ് വലിച്ചു കയറ്റുന്നത്. ഈ ബോക്സിലാണ് പിടിക്കുന്ന മീനിനെ സ്റ്റോർ ചെയ്യുന്നത്. ഈ കുപ്പിയിൽ ഐസ് വാട്ടർ ആണുള്ളത്. മീനിനെ കഴുകിയാണ് സ്റ്റോർ ചെയ്യുന്നത്. യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറായി. ചെറിയ വിശപ്പ് തോന്നിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയി കൊണ്ടുവന്ന ബിസ്ക്കറ്റ് കഴിക്കുകയാണ്. പെട്ടെന്നാണ് വിളി കേട്ടത്. ചൂണ്ടയിൽ കുരുങ്ങിയ മീനിനെ ഷാർക്ക് അറ്റാക്ക് ചെയ്തതാണ്. ഒരു മിന്നായം പോലെ മാത്രമാണ് കാണാൻ പറ്റിയത്. ഇപ്പോൾ അറ്റ് എ ടൈമിൽ ഏകദേശം 10 മീനിനെയാണ് കിട്ടിയത്. ഞാൻ രാവിലെ ഒരു ബോട്ട് കാണിച്ചില്ലേ, ആ ടീമാണ് ആ കാണുന്നത്. നല്ല ചൂട്. ഈ ചൂടത്തും എങ്ങനെയാണ് ഒരു ഷെയ്ഡ് പോലും ഇല്ലാണ്ട് അവര് മീൻ പിടിക്കുന്നത്? അവർക്ക് ഗ്ലൗസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ ബോട്ടിൽ നിന്നും എറിഞ്ഞു കൊടുക്കുകയാണ്. ബുദ്ധി കൊള്ളാം. ഒരു ബോട്ടിലിൽ ഗ്ലൗസ് നിറച്ച് കടലിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. ഈ കാണുന്ന കമ്പ് നേരത്തെ വലിയ മീനിനെ പിടിക്കാൻ ചൂണ്ടയിട്ടിരുന്നതാണ്. ഒരു വലിയ മീൻ കുടുങ്ങിയതാണ്, പക്ഷേ അത് രക്ഷപ്പെട്ടു പോയി. ഇങ്ങനെ മീൻ കിട്ടിക്കൊണ്ടേയിരിക്കുമ്പോൾ നല്ല രസമാണ്. ഇനി എൻ്റെ ഊഴമാണ്. ഇതൊക്കെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു വലിയ മീൻ കുടുങ്ങി. ഇന്ന് വലിയ മീൻ കിട്ടാൻ ഭാഗ്യമില്ലാന്ന് തോന്നുന്നു. അതും കിട്ടിയില്ല. വിഷമിക്കണ്ട, ഞാൻ വീഡിയോയുടെ അവസാനം വേറൊരു ദിവസം പോയി വലിയ മീൻ വേട്ട നടത്തിയ ഒരു ക്ലിപ്പ് കൂടെ ചേർക്കുന്നു. ഇത് വലിയ നെയ്മീൻ ചൂര പിടിക്കുന്ന കാഴ്ചയാണ്. ഈ കാണുന്ന ഐലൻഡിൽ ഇപ്പോൾ റിസോർട്ട് പണിയുകയാണ്. ഇവിടെ ഞാനൊരു ഓവർനൈറ്റ് ട്രിപ്പ് പോയ സ്ഥലമാണ്. വീഡിയോ എൻഡ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷനിലും ചേർക്കുന്നുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കൂ. ലൈഫിൽ വേറെ ലെവൽ എക്സ്പീരിയൻസ് കിട്ടുന്നതാണത്. ഇത് കടലിൽ നിന്നും കിട്ടിയ ഒരു ഓയിൽ ബാരലാണ്. ഈ യാത്ര വളരെ രസകരമാക്കിയത് ഇതായിരുന്നു. ബട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഏതോ ഷിപ്പിൽ നിന്നും വീണതാണ്. കയറുകെട്ടി വലിച്ച് മുകളിൽ കയറ്റാൻ ഞാനും ഉണ്ടായിരുന്നു. അതാണ് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. ഇപ്പോൾ സമയം ഏകദേശം ഉച്ചയുടെ അടുത്തു. ഇനി ഉച്ചഭക്ഷണം റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പാണ്. സ്റ്റൗവും ഗ്യാസും എല്ലാ സെറ്റപ്പും ഈ ബോട്ടിലുണ്ട്. അങ്ങനെ അരി ഉപ്പുവെള്ളത്തിൽ കഴുകിയെടുത്തു. സ്റ്റൗ കത്തിച്ച് അരി അടുപ്പത്തും വെച്ചു. ഞാൻ ജീവിതത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു ഭക്ഷണം കഴിക്കുന്നത്. തേങ്ങയും മഞ്ഞളും സവാളയും പച്ചമുളകും സ്പോട്ടിൽ പിടിച്ച ചൂരമീനും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വേവിച്ചെടുക്കുന്ന ഒരു പ്രത്യേകതരം ഡിഷ്. കേൾക്കുമ്പോൾ വലിയ രസമില്ലെങ്കിലും സംഭവം അടിപൊളിയായിരുന്നു. അതിന്റെ കൂടെ നാരങ്ങയും ഉള്ളിയും ഓടങ്കല്ല് മുളകും. അന്തസ്. ഐറ്റം എല്ലാം സെറ്റായി. ഇനി ലഞ്ച് കഴിക്കാം. ഈ കറുത്ത് കാണുന്നതാണ് റിഹാക്കരു, ഒരു മാൽദീവിയൻ സൈഡ് ഡിഷാണ്. അങ്ങനെ വിളമ്പാൻ തുടങ്ങി. ഇതാണ് ഐറ്റം. അന്യായ ടേസ്റ്റ്. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഐറ്റം കഴിക്കുന്നത്. കഴിക്കാനിരുന്നപ്പോഴും മീൻ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു വൈറ്റ് ബോർഡ് കണ്ടത്. അതുമെടുത്ത് ബോട്ടിൽ വെച്ചു. നമ്മുടെ സ്റ്റോറേജ് ബോക്സ് ഏറെക്കുറെ നിറയാറായി. വീണ്ടും മീൻ കിട്ടിക്കൊണ്ടേയിരുന്നു. ബോക്സ് നിറഞ്ഞു. ഫിഷിംഗ് അവസാനിപ്പിച്ച് സ്പ്ലാഷ് ബോർഡ് ചുറ്റുകയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ദ്വീപ്. ബാരൽ തള്ളി ഹാർബറിലിട്ടു. ബോട്ട് ഹാർബറിന്റെ സൈഡിലേക്ക് പാർക്ക് ചെയ്തു. ഇന്ന് പിടിച്ച മീനുകളാണ് 253 മീനുകളാണ് പിടിച്ചത്.
ഇതാണ് ഇവർ പിടിച്ച വലിയ നെയ്മീൻ. നല്ല വലിയ മീനാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ കണ്ട കാഴ്ചയാണിത്. ഡോൾഫിൻ ബോട്ടിൻ്റെ മുന്നിലൂടെയും സൈഡിലൂടെയും ചാടിത്തുള്ളി ഡാൻസ് കളിക്കുകയാണ്. മാൽദീവ്സിൽ ഡോൾഫിൻ ഭയങ്കര നോർമലായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ രാവിലെ 5:30 തിരിച്ച യാത്ര വൈകുന്നേരം ഏകദേശം 4 മണിയോടെ അവസാനിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണനയിൽ വയ്ക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരേക്കും. ബായ്.